Hey Prabhu, welcome back to Rans Learning Portal. See Rans Learning Portal E+2 ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമുക്ക് ചോദ്യം ഉണ്ടാവും. ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്ന ഒരു പോർഷൻ ചിലപ്പോൾ ചോദിക്കലുണ്ട്. ഇൻട്രൊഡക്ടറി സ്പീച്ച് നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടോ. ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ, ഇൻട്രൊഡ്യൂസിങ് പറ എ പേഴ്സൺ, ഇങ്ങനെ ചിലപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകലുണ്ട്. സോ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഈസ് ഡിഫറെന്റ്ലി അല്ലേ, എങ്ങനെ പറയാം, ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ആട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. നേരത്തെ നമ്മൾ ടോപ്പിക് ബേസ് ചെയ്ത് പറഞ്ഞില്ലേ, അതുപോലെയല്ല അല്ലേ. മുന്നേ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ടോപ്പിക് ബേസ് ചെയ്തിട്ട്. അതുപോലെയല്ല ഇൻട്രൊഡക്ടറി സ്പീച്ച് ഡിഫറെന്റ് ആണ്. നോക്കിക്കോളൂ നിങ്ങൾ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് അല്ലേ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഓക്കെയാണ്. ഇനി നോക്കിക്കോളൂ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഡൈസ് അല്ലേ, വേദിയിലുള്ളതും വേദിയിലേക്ക് പുറത്ത് ഇരിക്കുന്ന അല്ലേ ബഹുമാനപ്പെട്ടവരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അല്ലേ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ബുദ്ധിമുട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നന്ദി. ഇറ്റ്സ് അവർ പ്ലഷർ. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള സമയമാണ്. എന്ത് ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു ദ ഗ്രേറ്റ് ആൻഡ് എക്ലൈംഡ് പേഴ്സൺ അല്ലേ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഏറ്റവും മഹാനായ ഒരു വ്യക്തിനെ എന്ത് ചെയ്യാണ് പറ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ സന്തോഷവാനാണ്. എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ ഹിസ് സർവീസ് ടു ദി സൊസൈറ്റി. സമൂഹത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സർവീസ് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് പറ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിസ് അല്ലെങ്കിൽ പറ ഹെർ, ആണാണെങ്കിൽ ഹിസ്, പെണ്ണാണെങ്കിൽ പറ ഹെർ. നിങ്ങൾക്ക് അറിയില്ലേ? നോക്കിക്കോളൂ. ലൈക്ക് ഇർഫാൻ ആൽ ഉണ്ടാവും, അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ഷെയ്ൻ മിസ്ത്രിക്ക് ഉണ്ടാവില്ലടാ. അവരെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇനി ആമിഗോ ബ്രദേഴ്സ് ഇല്ലേ, ആമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ, ആ രണ്ട് ബ്രദേഴ്സ് ഇല്ലേടാ, സാധനമല്ല, ആ രണ്ട് ബ്രദേഴ്സ് ഇല്ലേ, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഇല്ലേ അവരുടെ സർവീസ് എന്താണ്? അവരുടെ സർവീസ് ആണോ? അക്ലൈമഡ് പേഴ്സൺസ് അല്ലേ, പേഴ്സൺസ് എങ്ങനത്തെ പേഴ്സൺസ് ആണല്ലേ, ദേ ആർ ട്രൂ ഫ്രണ്ട്സ് ആണല്ലേ. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ അവരെന്താണ് പറ ഫേമസ് ആണ്, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മിസ്റ്റർ ആ ഒരു പേര് കേട്ടോ. ഈസ് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി, ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ആണ്. വിത്ത് ഹിസ് ഗ്രേറ്റ് ജേർണി ഓഫ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള അല്ലേ ഗ്രേറ്റ് ജേർണിയിൽ അദ്ദേഹം എന്താണ് പറ ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് സംതിങ് അബൌട്ട് ദ പേഴ്സൺ. നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് എന്ത് ചെയ്യുക, കുറച്ച് എഴുതി കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് എഴുതി കൊടുക്കുക. എന്നിട്ടോ ക്യാരക്ടർ സ്കെച്ച് എല്ലാം അദ്ദേഹം ഉണ്ടാവും, വിഷൻ ഉണ്ടാവില്ലേ, ഷെയ്ൻ മിസ്ത്രി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേടാ, ബൊംബെയിലൊക്കെ വന്നിട്ടുള്ളേ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇർഫാൻ ആൽ ഉണ്ടാവില്ലേ, റിക്ഷ പുള്ളേഴ്സിന്റെ എഡ്യൂക്കേഷനും അല്ലേ, അവരുടെ എഡ്യൂക്കേഷൻ അല്ല അവരുടെ ഫിനാൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ലേ, സോൾവ് ചെയ്ത് കൊടുത്തില്ല ആര്, ഇർഫാൻ ആലും. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ എന്ത് എവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് പറ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് എക്സ്പ്രസിംഗ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. റൈറ്റ്, ഇറ്റ്സ് വെരി ഈസി. ഇതിന് പറയുന്ന പേരാണ് പറ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കൽ ഒരു നാലോ ചിലപ്പോൾ 6 മാർക്കിനൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ തുടങ്ങി വെക്കുക. ഇനി മറ്റൊന്ന് കാലത്ത് കൊണ്ടുവന്നാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടിപ്പോരും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. Don't forget please. Bye bye.